ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മാഷൻ ടീച്ചറിന്റെ മറ്റൊരു പുതിയ ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. അപ്പൊ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൂട്ടുകാർക്ക് അടുത്ത ദിവസം ഏതാണ് മക്കളെ എക്സാം വരുന്നത്? യെസ്, നമ്മുടെ ഇംഗ്ലീഷ് ആനുവൽ എക്സാം ആണ് വരുന്നത് അല്ലേ? ഓക്കെ മക്കളെ, അപ്പം കൂട്ടുകാരുടെ അടുത്ത ദിവസത്തെ ഇംഗ്ലീഷ് എക്സാമിന് യൂസ്ഫുൾ ആവുന്ന ഒരു എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും അവയ്ക്കുള്ള ഉത്തരങ്ങളുമായിട്ടാണ് മിസ് എത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ എന്റെ എല്ലാ മക്കളും അടുത്ത ദിവസത്തെ നിങ്ങളുടെ ഇംഗ്ലീഷ് എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറായിട്ടിരിക്കുകയാണോ? ഓക്കെ മക്കളെ, അപ്പൊ ഇംഗ്ലീഷ് എക്സാമിന് നമുക്ക് മുഴുവൻ മാർക്ക് മേടിക്കണ്ടേ? അപ്പൊ മുഴുവൻ മാർക്ക് മേടിക്കുമെന്നുള്ള കുട്ടികൾ പെട്ടെന്ന് തന്നെ മക്കളുടെ പേരും നിങ്ങൾ പഠിക്കുന്ന സ്കൂളിന്റെ പേരും ഒന്ന് നമ്മുടെ കമന്റ് ബോക്സ് പറഞ്ഞ് അതോടൊപ്പം തന്നെ വേഗം വീഡിയോ ഒന്ന് ലൈക്കും കൂടി ചെയ്യാട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നമ്മുടെ ഇംഗ്ലീഷിലെ ആദ്യത്തെ ഒരു ആക്ടിവിറ്റിയിലോട്ട് നമുക്ക് പോയാലോ? നോക്കിക്കേ മക്കളെ, ഒന്നാമത്തെ നമ്മുടെ ആക്ടിവിറ്റി ലിസൺ ആൻഡ് ആൻസർ എന്നുള്ളതാണ്. നോക്കിക്കേ മക്കളെ, അപ്പൊ ഇവിടെ കൂട്ടുകാർക്ക് ലിസൺ ആൻഡ് ആൻസർ എന്നുള്ള ഇത്തരത്തിലൊരു ചോദ്യം വരുന്ന സമയത്ത് അവിടെ നിങ്ങളുടെ ടീച്ചർ നിങ്ങൾ ക്ലാസ്സിൽ നിന്ന് ഒരു സ്റ്റോറി പറഞ്ഞു തരും. അപ്പൊ എന്റെ മക്കൾ എല്ലാവരും എന്ത് ചെയ്യണം? നിങ്ങളുടെ മിസ് പറഞ്ഞു തരുന്ന ആ സ്റ്റോറി നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. കാര്യം നമുക്ക് ആ സ്റ്റോറിയുമായി ബേസ് ചെയ്തിട്ടായിരിക്കും പിന്നീടുള്ള 5 ചോദ്യങ്ങളും 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ മക്കൾ എന്ത് ചെയ്യണം? മിസ് സ്റ്റോറി പറഞ്ഞു തരുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കാനായിട്ട് നോക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ മിസ് ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ സ്റ്റോറി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ മിസ് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങളുടെ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ ഒരു സ്റ്റോറി തന്നിട്ടുണ്ടായിരിക്കില്ല. മിസ് നിങ്ങൾക്ക് പറഞ്ഞു തരിക മാത്രമേ ചെയ്യുള്ളൂ. ഓക്കെ മക്കളെ, അപ്പൊ മക്കൾക്കുള്ള സ്റ്റോറി ഇതാണ്. നോക്കിക്കേ, Laila was a little girl. One day she was walking to the school. She saw a small plant on the roadside. എന്താ മക്കളെ പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ ലൈല എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ഗേൾ ആണ്. ലൈല വാസ് എ ലിറ്റിൽ ഗേൾ. വൺ ഡേ ഷീ വാസ് വാക്കിംഗ് ടു ദി സ്കൂൾ. ഒരു ദിവസം അവൾ എന്ത് ചെയ്യുന്നു മക്കളെ? സ്കൂളിലേക്ക് നടന്നു പോകായിരുന്നു. ആ സമയത്താണ് അവൾ എന്ത് കണ്ടത്? എ സ്മാൾ പ്ലാന്റ് ഓൺ ദി റോഡ് സൈഡ് അല്ലെ? റോഡ് സൈഡില് റോഡിന്റെ അരികിലായിട്ട് അവൾ ഒരു ചെറിയ പ്ലാന്റ്, ഇപ്പൊ ചെറിയൊരു ചെടി കണ്ടത് അല്ലെ? ഇറ്റ് ലുക്ക്ഡ് സാഡ്. ഇറ്റ്സ് ലീവ്സ് വർ ഡ്രൈ. ഇറ്റ് ഈസ് തേഴ്സ്റ്റി, ലൈല തോട്ട് അല്ലെ? ആ ഒരു പ്ലാന്റ് എങ്ങനെയായിരുന്നു മക്കളെ? ലുക്കിംഗ് സാഡ് ആയിരുന്നു, നല്ല വിഷമിച്ചിരിക്കുകയായിരുന്നു. കാര്യം എന്താണ്? അതിന്റെ ലീവ്സ് എല്ലാം നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കുകയാണ് അല്ലെ? അത് നന്നായിട്ട് ഇരിക്കുന്നുണ്ട് എന്ന് ആർക്ക് തോന്നി? നമ്മുടെ ലൈലയ്ക്ക് തോന്നിയില്ലേ? അവള് ചിന്തിച്ചു. ഷീ ഓപ്പൺഡ് ഹെർ വാട്ടർ ബോട്ടിൽ ആൻഡ് ഗേവ് സം വാട്ടർ ടു ദി പ്ലാന്റ്. അവൾ എന്ത് ചെയ്തു മക്കളെ? വേഗം അവളുടെ വാട്ടർ ബോട്ടിൽ ഓപ്പൺ ചെയ്തിട്ട് ആ പ്ലാന്റിൽ എന്ത് ചെയ്തു? കുറച്ച് വെള്ളം കൊടുത്തു അല്ലെ? സൂൺ ദോസ് ഡ്രൈ ലീവ്സ് ബിക്കെയിം ഫ്രഷ് ആൻഡ് ഗ്രീൻ അല്ലെ? കുറച്ച് കഴിഞ്ഞപ്പം തന്നെ വേഗം എന്തായി മക്കളെ? നമ്മുടെ ആ ഒരു ഉണങ്ങി കരിഞ്ഞിരിക്കുന്ന ലീഫ് ഒക്കെ എന്തായി? പെട്ടെന്ന് തന്നെ ഫ്രഷ് ആയിട്ട് ഗ്രീൻ കളർ ആയി അല്ലെ? താങ്ക് യു ഫോർ സേവിങ് മൈ ലൈഫ്. ടച്ച് മീ ആൻഡ് ഐ ഷാൽ ടേക്ക് യു ടു എ വണ്ടർഫുൾ പ്ലേസ്. ലൈല ടച്ച്ഡ് ദി പ്ലാന്റ്. ഓക്കെ മക്കളെ, പിന്നീട് എന്താ സംഭവിച്ചത്? നമ്മുടെ പ്ലാന്റ് ലൈലയോട് താങ്ക്സ് പറഞ്ഞു അല്ലെ? എന്റെ ലൈഫ് സേവ് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് നമ്മുടെ പ്ലാന്റ് മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. നീ എന്ത് ചെയ്യ്? എന്നെ ഒന്ന് ടച്ച് ചെയ്യ്, ഞാൻ നിന്നെ എന്ത് ചെയ്യാം? ഒരു മാജിക് പ്ലേസിലേക്ക് അല്ലെങ്കിൽ ഒരു വണ്ടർഫുൾ പ്ലേസിലേക്ക് നിന്നെ ഞാൻ കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. അപ്പൊ ലൈല എന്ത് ചെയ്തു? ആ പ്ലാന്റിനെ തൊട്ടു അല്ലെ? വൗ, ദ പ്ലാൻ ആൻഡ് ലൈല ബിഗാൻ ടു ഫ്ലൈ. നമ്മുടെ പ്ലാന്റിനെ ടച്ച് ചെയ്തത് നമ്മുടെ പ്ലാന്റും ലൈലയും എന്ത് ചെയ്യാൻ തുടങ്ങി മക്കളെ? പറക്കാനായിട്ട് തുടങ്ങി അല്ലേ? They reached a forest. It was a magical forest. എവിടെ എത്തി മക്കളെ? അവർ അവസാനം ഒരു ഫോറസ്റ്റിൽ എത്തിയില്ലേ? വെറും ഫോറസ്റ്റ് ആണോ? അല്ല, ഒരു മാജിക്കൽ ഫോറസ്റ്റിലേക്കാണ് അവിടെ എത്തിയിട്ടുള്ളത്. All the animals, birds and plants of the forest looked very happy. ആ ഒരു കാട്ടിലുള്ള ആനിമൽസും ബേർഡ്സും പ്ലാന്റ്സും ഒക്കെ എന്താണ്? ഒരുപാട് ഹാപ്പിയാണ് അല്ലെ? കൂട്ടുകാർക്ക് അവിടെ ചിത്രത്തിൽ അവരെ കാണും. ഇതാണ് നമ്മുടെ ലൈല. അവരിപ്പോ എവിടെയാണുള്ളത്? മാജിക്കൽ ഫോറസ്റ്റിലാണുള്ളത് അല്ലെ? അവിടെ ഒത്തിരി ആനിമൽസ് ഒക്കെ ഉണ്ട്. അവരൊക്കെ നല്ല ഹാപ്പി ആയിട്ടാണ് അവിടെ ഇരിക്കുന്നത് അല്ലെ? ഓക്കെ മക്കളെ, ബാക്കി ഭാഗം നോക്കിക്കേ. The leaves on the plants were all blue അല്ലെ? ആ പ്ലാന്റ്സിന്റെ മുകളിലുള്ള ലീവ്സ്, ഇലകളൊക്കെ എങ്ങനെയാണ് മക്കളെ? ബ്ലൂ കളറിലാണ്, നീല നിറത്തിലാണ്. They had golden flowers അല്ലെ? ഫ്ലവേഴ്സ് ഒക്കെ ഏത് കളറിലാണ്? ഗോൾഡൻ കളറിലാണ്. The water in the pond was silver in color. ആ കുളത്തിലുള്ള വെള്ളത്തിന് ഏത് നിറമാണ് മക്കളെ? സിൽവർ കളറാണ്. It was glittering in the sunlight. സൺലൈറ്റിൽ അത് എന്ത് ചെയ്യുന്നുണ്ട്? തിളങ്ങുന്നുണ്ട്. It is really wonderful, said ലൈല. ലൈല എന്ത് പറയാ? ഇത് വളരെ വണ്ടർഫുൾ ആണെന്ന് ആര് പറയാണ്? ലൈല പറയാണ് അല്ലെ? ഓക്കെ മക്കളെ, അപ്പൊ ഇതാണ് നമുക്ക് അവിടെ തന്നിട്ടുള്ള സ്റ്റോറി മനസ്സിലായല്ലോ മക്കളെ? ഓക്കെ, നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. What did Laila see on the roadside?
while walking to school. അതായത് നമ്മുടെ ലൈല സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് അവൾ റോഡ് സൈഡിൽ എന്താ കണ്ടത്? ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ മക്കളെ. എ സാഡ് ആനിമൽ, എ സാഡ് പ്ലാന്റ്, എ ഹാപ്പി ഫ്ലവർ, എ ബിഗ് ട്രീ. എന്താ മക്കളെ അവൾ കണ്ടത്? ഒരു സാഡായി നിൽക്കുന്ന ആനിമലിനെയാണോ, അല്ലെങ്കിൽ വിഷമിച്ച് നിൽക്കുന്ന ഒരു പ്ലാന്റ് ചെടിയെയാണോ, അല്ലെങ്കിൽ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു പൂവിനെയാണോ, അല്ലെങ്കിൽ വലിയൊരു മരത്തെയാണോ? എന്തായിരുന്നു മക്കളെ കണ്ടത്? യെസ്, എ സാഡ് പ്ലാന്റ്. ആൻസർ അറിയുന്ന കൂട്ടുകാരന്റെ ഇതേക്ക് നമ്മുടെ കമന്റ് ബോക്സിൽ പറയണേ. മിസ് ക്വസ്റ്റ്യൻ വായിക്കുന്നതിന് എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടുകൊണ്ട് നമ്മുടെ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിടുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ മാർക്ക് എന്താണ്? ആൻസർ എന്താണ്? എ സാഡ് പ്ലാന്റ് എന്നതാണ് അല്ലെ. ബി ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, മിസ്സിന് സെക്കൻഡ് ക്വസ്റ്റ്യൻ വായിച്ചോട്ടെ മക്കളെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ മക്കൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ആൻസർ അറിയെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ പറയാം കേട്ടോ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്. Why did Laila give water to the plant? എന്തുകൊണ്ടാണ് നമ്മുടെ ലൈല ആ ഒരു പ്ലാന്റിന് വെള്ളം കൊടുത്തിട്ടുള്ളത് എന്നാണ് ചോദിച്ചത്. എന്തുകൊണ്ടാണ് മക്കളെ? ബിക്കോസ് ഇറ്റ് വാസ് ഹംഗ്രി, അതിന് നല്ല വിശപ്പുള്ളത് കൊണ്ട്. ബിക്കോസ് ഇറ്റ് വാസ് തേഴ്സ്റ്റി, അതിന് നല്ല ദാഹമുള്ള ഉള്ളത് കൊണ്ട്. ബിക്കോസ് ഇറ്റ് വാസ് സ്ലീപ്പി, അതിന് നല്ല ഉറക്കമുള്ളത് കൊണ്ട്. ബിക്കോസ് ഇറ്റ് വാസ് ഹാപ്പി, അത് നല്ല ഹാപ്പി ആയതുകൊണ്ട്. എന്തിനായിരുന്നു മക്കളെ? വേഗം നമ്മുടെ കമന്റ് ബോക്സിൽ പറഞ്ഞേ. ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? എത്ര പേര് കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞു എന്നുള്ളത് മിസ് നോക്കൂ കേട്ടോ. വേഗം പറഞ്ഞ ഏതാണ്? യെസ്, ഏതാണ്? ബിക്കോസ് ഇറ്റ് വാസ് തേഴ്സ്റ്റി, അതിന് ദാഹം ഉള്ളത് കൊണ്ട്, അല്ലെ ദാഹിച്ച് നിൽക്കുന്ന പോലെ ആർക്ക് തോന്നി? നമ്മുടെ ലൈലയ്ക്ക് തോന്നിയിരുന്നു. അതുകൊണ്ടാണ് അവൾ എന്ത് ചെയ്തിട്ടുള്ളത്? അതിന് വെള്ളം കൊടുത്തിട്ടുണ്ടായിരുന്നത് അല്ലേ. ഓക്കെ, ദെൻ തേർഡ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. വേഗം ആൻസർ പറയാൻ റെഡി ആയിട്ടിരിക്കുക കേട്ടോ. Laila gave water to the plant. What happened then? ലൈല എന്ത് ചെയ്തിട്ടുണ്ട്? പ്ലാന്റിന് വാട്ടർ കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ, വെള്ളം കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് അതിന് എന്താണ് സംഭവിച്ചത്? ഇറ്റ് ബിക്കെയിം ഡ്രൈ അഗെയിൻ, അത് വീണ്ടും ഡ്രൈ ആയി പോയി. ഇറ്റ്സ് ലീവ്സ് ബിക്കെയിം ഫ്രഷ് ആൻഡ് ഗ്രീൻ, അതിന്റെ ഇലകളെല്ലാം നല്ല ഫ്രഷ് ആയിട്ട് നല്ല ഗ്രീൻ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇറ്റ് സ്റ്റാർട്ടഡ് ടു ഫ്ലൈ, അത് പറക്കാനായിട്ട് തുടങ്ങി. ഇറ്റ് ഡിസപ്പിയർഡ് അല്ലെ, അത് അപ്രത്യക്ഷമായി. എന്തായിരുന്നു മക്കളെ സംഭവിച്ചത്? വേഗം പറഞ്ഞ ആൻസർ എന്താണ്? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? വേഗം പറഞ്ഞ കമന്റ് ബോക്സിൽ ഏതാണ് ആൻസർ വരുന്നത്? പറഞ്ഞേ മക്കളെ. യെസ്, എഗെയിൻ ബി ആണ് ആൻസർ വരുന്നത്. ഇറ്റ്സ് ലീവ്സ് ബിക്കെയിം ഫ്രഷ് ആൻഡ് ഗ്രീൻ. ഇതൊക്കെ എവിടെ ഉണ്ട് മക്കളെ? മിസ് ആദ്യം പറഞ്ഞു തന്നിട്ടുള്ള സ്റ്റോറിയിലുള്ള ആൻസേഴ്സ് ആണ്. അപ്പൊ സ്റ്റോറി നിങ്ങളുടെ മിസ് പറഞ്ഞു തരുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിച്ച് മാത്രമേ നമുക്ക് ഈ ഒരു ചോദ്യത്തിനുള്ള മുഴുവൻ സ്കോറും കിട്ടാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകും. ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഡിഡ് ദി പ്ലാൻ ടേക്ക് ലൈല? ലൈല എവിടേക്കാണ് നമ്മുടെ പ്ലാന്റ് കൊണ്ടുപോയത്? ടു എ മാജിക്കൽ ഫോറസ്റ്റ്, ടു എ ബിഗ് സിറ്റി, ടു എ ബ്യൂട്ടിഫുൾ ബീച്ച്, ടു എ ഹൈ മൗണ്ടെയിൻ. ഇവിടേക്കാ മക്കളെ കൊണ്ടുപോയത്? വേഗം പറഞ്ഞേ. എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? വേഗം പറഞ്ഞേ. എവിടേക്കാ കൊണ്ടുപോയത്? യെസ്, ടു എ മാജിക്കൽ ഫോറസ്റ്റ്. എവിടേക്കാണ്? ടു എ മാജിക്കൽ ഫോറസ്റ്റ്. മാജിക്കൽ ഫോറസ്റ്റിലോട്ടാണ് നമ്മുടെ ലൈലയെ കൊണ്ടുപോയത്. ഓക്കെ മക്കളെ, അപ്പൊ ഈ എല്ലാ ചോദ്യത്തിനും കറക്റ്റ് ആയിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ ആൻസർ പറയുന്നത് ഏതെങ്കിലും ഒരാളുടെ പേരും സ്കൂളിന്റെ പേരും മിസ് അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പൊ മക്കളുടെ പേരും സ്കൂളിന്റെ പേരും കൂടി എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ പറഞ്ഞുകൊണ്ട് വേണം നിങ്ങൾ ആൻസർ പറയാനായിട്ട്. ഏറ്റവും കൂടുതൽ ആൻസർ പറയുന്ന ആളുടെ പേരായിരിക്കും കേട്ടോ പറയാ. കുറെ പേര് ആൻസർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ സെലക്ട് ചെയ്യുന്ന ഒരാളുടെ പേരായിരിക്കും പറയാ. മറ്റുള്ള ആരും വിഷമിക്കരുതേ. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആണ്. ദ ഫ്ലവർ ഇൻ ദി ഫോറസ്റ്റ് വേർ ഡാഷ് ഇൻ കളർ. നമ്മുടെ ഫോറസ്റ്റിലുള്ള ഫ്ലവേഴ്സിന്റെ കളർ എന്തായിരുന്നു മക്കളെ? ബ്ലൂ, ഗോൾഡൻ, സിൽവർ, റെഡ്. 4 ഓപ്ഷൻസിന് എന്തായിരുന്നു മക്കളെ? നമ്മുടെ സ്റ്റോറിയിലോട്ട് പോയി എന്തായിരുന്നു പറയുന്നത് നോക്കിക്കേ. ഗോൾഡൻ ഫ്ലവേഴ്സ്. എന്താണ്? ഗോൾഡൻ ഫ്ലവേഴ്സ് ആണ് നമ്മൾ പറയുന്നുണ്ട്. പിന്നെ ഫോണ്ടിലുള്ള വെള്ളം എന്താണ്? സിൽവർ കളർ ആണ്. ലീവ്സ് എന്ത് കളറാണ്? ബ്ലൂ കളർ ആണ്. ഫ്ലവേഴ്സ് ആണ് ഏത് കളർ മക്കളെ? ഗോൾഡൻ കളർ ഉള്ളത് ഓർത്ത് വെക്കുക. അപ്പൊ അവിടെ ഒരു കളറിൽ കൺഫ്യൂഷൻ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ അത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങൾ പോലും മിസ് നിങ്ങളുടെ സ്റ്റോറിയിൽ പറയുന്ന സമയത്ത് ശ്രദ്ധിച്ചിരുന്നാലേ നമുക്ക് മുഴുവൻ മാർക്കും കിട്ടുള്ളൂ. ഓക്കെ മക്കളെ, അപ്പം ഈ ഒരു ചോദ്യത്തിന് 5-ൽ 5 മാർക്കും കിട്ടിയിട്ടുള്ള മക്കള് വേഗം കമന്റ് ബോക്സിൽ പറഞ്ഞു 5 മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ പറയാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത ഒരു ചോദ്യത്തിലോട്ട് പോവാം. രണ്ടാമത്തെ ആക്ടിവിറ്റി ആണ് റീഡ് ആൻഡ് റൈറ്റ്. ഇപ്പൊ നമ്മൾ ചെയ്തിട്ടുള്ള ആക്ടിവിറ്റി മക്കളെ ലിസൺ ആൻഡ് റൈറ്റ് എന്നുള്ളത് ഏകദേശം അതേപോലെയുള്ള ഒരു ആക്ടിവിറ്റി ആണ്. നമുക്ക് രണ്ടാമതായിട്ടൊന്ന് ചോദിക്കുക. അവിടെ നമുക്ക് ഉള്ള സ്റ്റോറി നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരിക്കും. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. നേരത്തെയുള്ള സ്റ്റോറി നമുക്ക് ടീച്ചർ പറഞ്ഞു തരും. ഈ റീഡ് ആൻഡ് റൈറ്റ് എന്നുള്ളിടത്ത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ സ്റ്റോറി ഉണ്ടായിരിക്കും. മക്കൾ ആ സ്റ്റോറി വായിച്ചിട്ട് എന്ത് ചെയ്യാം? ആ ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാണ് വേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ സ്റ്റോറി വായിച്ചു നോക്കാം. നോക്കിക്കുക.
ഡൊറോത്തി ആൻഡ് ടോട്ടോ were back home. നമ്മുടെ ഡൊറോത്തിയും അതുപോലെ ടോട്ടോയും വീട്ടിലോട്ട് തിരിച്ചു വന്നു. They were they were happy. We are so glad you are We are so glad you are back. Her uncle and her aunt said. നമ്മുടെ ഡൊറോത്തിയുടെ അങ്കിളും ആണ്ടും എന്താ പറഞ്ഞത് മക്കളെ? നിങ്ങൾ തിരിച്ചു വന്നതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്ന് ആര് പറഞ്ഞു? അവരുടെ ആന്റിയും അതുപോലെ തന്നെ അങ്കിളും പറഞ്ഞു അല്ലെ. ദേ ഹഗ്ഡ് ഹെർ അത് പറഞ്ഞുകൊണ്ട് അവരെന്ത് ചെയ്തു? നമ്മുടെ ഡൊറോത്തിയെ ഹഗ് ചെയ്തു അല്ലെ, കെട്ടിപ്പിടിച്ചു. ലെറ്റ്സ് ഹാവ് എ പാർട്ടി സെഡ് ദി അങ്കിൾ. അപ്പൊ അങ്കിൾ പറയാം നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്നും ആഘോഷമാക്കണല്ലോ, നമുക്ക് എന്ത് ചെയ്യാം, ഒരു പാർട്ടി ഒക്കെ വെക്കാമെന്ന് പറഞ്ഞു. ഓൺ പ്രിപ്പയർഡ് എ വണ്ടർഫുൾ സപ്പർ. നമ്മുടെ ആണ്ട് എന്ത് ചെയ്തു? നല്ലൊരു വണ്ടർഫുൾ ആയിട്ടുള്ള സപ്പർ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ദേ ഹാഡ് കേക്ക്, ഐസ്ക്രീം ആൻഡ് ഫ്രൂട്ട്സ് അല്ലെ. എന്തൊക്കെയുണ്ട് മക്കളെ? കേക്കും ഐസ്ക്രീമും ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഡൊറോത്തി ടോൾഡ് ദം അബൌട്ട് ഹെർ അഡ്വഞ്ചർ. ആ സമയത്ത് നമ്മുടെ ഡൊറോത്തി എന്ത് ചെയ്തു? അവരുടെ അഡ്വഞ്ചർ ആയിട്ടില്ലേ അന്നത്തെ ദിവസം സംഭവിച്ചിട്ടുള്ള എല്ലാ കഥകളും ആരോട് പറയാണ്? നമ്മുടെ അങ്കിളിനോടും ആന്റിയോടൊക്കെ പറയാണ് അല്ലെ. But then Toto started barking. പക്ഷെ അത് പറഞ്ഞ ശേഷം നമ്മുടെ ടോട്ടോ എന്ത് ചെയ്തു? ഇങ്ങനെ ബാർക്ക് ചെയ്യാൻ തുടങ്ങി, അതായത് കുരയ്ക്കാനായിട്ട് തുടങ്ങി. വാട്ട്സ് റോങ് ടോട്ടോ? ഡൊറോത്തി ആസ്ക്ഡ്. ടോട്ടോ ran to the door and barked again. നമ്മുടെ ടോട്ടോ എന്ത് ചെയ്തു? വീണ്ടും ഡോറിന് അടുത്തേക്ക് ഓടിയിട്ട് പിന്നെയും കുരയ്ക്കാനായിട്ട് തുടങ്ങി അല്ലേ. ഡൊറോത്തി ഓപ്പൺ ദി ഡോർ. ദ വിസാർഡ് ഓഫ് ഓസ് വാക്ക്ഡ് ഇൻ. അപ്പൊ ഡൊറോത്തി നമ്മുടെ ടോട്ടോ കുരയ്ക്കുന്നത് കേട്ട് ഡൊറോത്തി എന്ത് ചെയ്തു മക്കളെ? പോയിട്ട് ആ ഡോറ് തുറന്ന സമയത്ത് ആരായിരുന്നു അവിടെ ഉള്ളത്? യെസ്, നമ്മുടെ വിസാർഡ് ഓഫ് ഓസ് ആണ് അല്ലെ. അദ്ദേഹം എന്ത് ചെയ്തു? അവിടേക്ക് വന്നു. ഐ കെയിം ടു താങ്ക് യു ഫോർ സേവിങ് അവർ ലാൻഡ് ഹി സാഡ്. ഞാൻ എന്തിനാണ് വന്നത്? നീ ഞങ്ങളുടെ ലാൻഡ് സേവ് ചെയ്തു, അതിനൊരു താങ്ക്സ് പറയാനാണ് ഞാൻ വന്നത്. ഡൊറോത്തി വാസ് സർപ്രൈസ്ഡ് അല്ലെ. ഡൊറോത്തി ഒരുപാട് സർപ്രൈസ് ആയി പോയിട്ടുണ്ടായിരുന്നു. ദ വിസാർഡ് ഗിഫ്റ്റഡ് എ പെയർ ഓഫ് മാജിക് ഷൂസ് ടു ഡൊറോത്തി. അപ്പം വിസാർഡ് എന്ത് ചെയ്തിട്ടുണ്ട്? അവൾക്ക് ഒരു ഗിഫ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അല്ലെ. എന്താണ് ഗിഫ്റ്റ് കൊടുത്തിട്ടുള്ളത്? മാജിക് ഷൂസ് ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് വായിക്കാനായിട്ട് തന്നിട്ടുള്ള ഭാഗം. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് പോയാലോ മക്കളെ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, എന്താണ്? ഡൊറോത്തീസ് അങ്കിൾ ആൻഡ് aunt were glad because നമ്മുടെ ഡൊറോത്തിയും ഡൊറോത്തിയുടെ ഡൊറോത്തിയുടെ ആന്റിയും എന്താണ്? ഒരുപാട് സന്തോഷത്തിലാണ്. അതിന് കാരണം എന്തായിരുന്നു മക്കളെ? ഓൺ പ്രിപ്പയർഡ് എ സപ്പർ. നമ്മുടെ ആണ്ട് ഒരു സപ്പർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഡൊറോത്തി വാസ് ബാക്ക് ഹോം. ഡൊറോത്തി വീട്ടിലേക്ക് തിരിച്ചെത്തിയത് കൊണ്ട് ദ വിസാർഡ് ഓഫ് ഓസ് വിസിറ്റഡ് ദം. നമ്മുടെ വിസാർഡ് ഓഫ് ഓസ് അവരെ വിസിറ്റ് ചെയ്തതുകൊണ്ട് ഡൊറോത്തി ഗോട്ട് എ ഗിഫ്റ്റ്. ഡൊറോത്തിക്ക് ഒരു ഗിഫ്റ്റ് കിട്ടിയതുകൊണ്ട്. എന്തുകൊണ്ടാണ് മക്കളെ? എന്തുകൊണ്ടാണ്? ആൻസർ വേഗം നമ്മുടെ കമന്റ് ബോക്സ് പറഞ്ഞേ, വേഗം പറഞ്ഞ. മിസ് പറഞ്ഞല്ലോ, മുഴുവൻ ആൻസർ പറയുന്ന ഏതെങ്കിലും ഒരു കൂട്ടുകാരന്റെ പേര് മിസ് അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. അതുകൊണ്ട് വേഗം തന്നെ ആൻസർ പറയാട്ടോ. എന്താ മക്കളെ ആൻസർ? യെസ്, ബി ആണ്. ഡൊറോത്തി വാസ് ബാക്ക് ഹോം അല്ലെ. ഡൊറോത്തി വീട്ടിലേക്ക് തിരിച്ചു വന്നതുകൊണ്ടാണ് നമ്മുടെ അങ്കിളും ആന്റിയും ഒക്കെ ഒരുപാട് സന്തോഷത്തിലായത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഡൊറോത്തീസ് അങ്കിൾ സജസ്റ്റഡ് ഡാഷ്. ഡൊറോത്തിയുടെ അങ്കിൾ എന്തായിരുന്നു സജസ്റ്റ് ചെയ്തത്? ടു ഹാവ് എ പിക്നിക്. ഒരു പിക്നിക്കിന് പോവാ എന്നുള്ളത്. ടു ഹാവ് എ പാർട്ടി അല്ലെ, ഒരു പാർട്ടി വെക്കുക എന്നുള്ളത്. ടു ഗോ ടു ദി പാർക്ക് അല്ലെ, ഒരു പാർക്കിലേക്ക് പോവാം എന്നത്. ടു വാച്ച് എ മൂവി, ഒരു ഫിലിം കാണാം എന്നുള്ളത് അല്ലെ. എന്തായിരുന്നു മക്കളെ? യെസ്, ടു ഹാവ് എ പാർട്ടി. ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. Okay, then next question നോക്കിക്കേ. Toto saw the wizard of Oz. He started dash. വിസാർഡ് ഓഫ് ഓസിനെ കണ്ടപ്പോൾ നമ്മുടെ ടോട്ടോ എന്ത് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു മക്കളെ? ബാർക്കിംഗ്, റണ്ണിങ് എവേ, ക്രൈയിങ്, വാഗിങ് ടെയിൽ. കുരയ്ക്കാനാണോ അല്ലെങ്കിൽ ദൂരേക്ക് ഓടിപ്പോവാണോ ചെയ്തത്? അല്ലെങ്കിൽ കരയാനാണോ തുടങ്ങിയത്? അല്ലെങ്കിൽ വാലാട്ടാനാണോ തുടങ്ങിയത്? എന്തിനായിരുന്നു? യെസ്, ബാർക്കിംഗ്, കുരയ്ക്കാനായിരുന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ മക്കൾ, അപ്പൊ ഈസി അല്ലേ? നമുക്ക് ഈ ചോദിച്ചിട്ട് എല്ലാ ചോദ്യങ്ങൾക്കും ആൻസർ നമുക്ക് ഇവിടെ വായിക്കാനായിട്ട് തന്നിട്ടുള്ള ആ ഒരു പാരഗ്രാഫിൽ ഉണ്ട് അല്ലെ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിച്ച് വേർഡ് ഓഫ് സ്റ്റോറി മീൻസ് ഹാപ്പി? വിച്ച് വേർഡ് ഓഫ് ദി സ്റ്റോറി മീൻസ് ഹാപ്പി? നമ്മുടെ സ്റ്റോറിയിൽ ഹാപ്പി എന്നുള്ള മീനിങ് വരുന്നതിന് യൂസ് ചെയ്തിട്ടുള്ള വേർഡ് ഏതാണ്? ബാക്ക്, ഗ്ലാഡ്, താങ്ക്, ബാർക്ക്. ഏതാണ് മക്കളെ? ഗ്ലാഡ്. GLAD ആണ്, ഗ്ലാഡ്. ഓക്കെ, ദെൻ അതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ വിസാർഡ് ഓഫ് ഓസ് ഗിഫ്റ്റഡ് ഡാഷ് ടു ഡൊറോത്തി. നമ്മുടെ വിസാർഡ് ഓഫ് ഓസ് ഡൊറോത്തിക്ക് എന്തായിരുന്നു ഗിഫ്റ്റ് കൊടുത്തത് മക്കളെ? എ പെയർ ഓഫ് മാജിക് ഷൂസ്. അപ്പൊ അതാണ് മക്കളെ അവിടെ ആൻസർ എഴുതേണ്ടത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ ഇത്തരത്തിലൊരു ചോദ്യം വരികയാണെങ്കിൽ 5 മാർക്ക് മക്കൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുമല്ലോ. ആദ്യത്തെ ഒരു പ്രവർത്തനം വളരെ ഈസിയാണ്, രണ്ടാമത്തെ ഒരു ആക്ടിവിറ്റി ഈസിയാണ് അല്ലേ. ഓക്കെ, അപ്പൊ 2 പ്രവർത്തനത്തിന് മുഴുവൻ മാർക്ക് സ്കോർ ചെയ്യും എന്നുള്ള കൂട്ടുകാർ നമ്മുടെ കമന്റ് ബോക്സ് പറഞ്ഞു മക്കളെ. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം.
അതിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് മിസ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനായിട്ടുണ്ട്. നമ്മുടെ അടുത്ത വർഷത്തേക്കുള്ള നമ്മുടെ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിന്റെ അഡ്മിഷൻ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പം ആദ്യം അഡ്മിഷൻ എടുത്ത് ജോയിൻ ചെയ്യുന്ന 100 പേർക്ക് ഒരു സ്പെഷ്യൽ ഓഫർ ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് ട്യൂഷൻ ഫീ ആയിട്ട് വരുന്നത് മന്ത്ലി വെറും 100 രൂപ മാത്രമായിരിക്കും. അപ്പൊ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഒരിക്കൽ കൂടി പറയാണ്, ആദ്യം ജോയിൻ ചെയ്യുന്ന 100 പേർക്ക് മാത്രമായിരിക്കും ഈ ഒരു സ്പെഷ്യൽ ഓഫർ ഉണ്ടായിരിക്കുക. കൂട്ടുകാർക്ക് സിലബസ് ബേസ്ഡ് ക്ലാസ്സുകളായിരിക്കും ഉണ്ടായിരിക്കുക കേട്ടോ. ഓൺലൈൻ ട്യൂഷൻ ആണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ഓരോ ചാപ്റ്റേഴ്സിന്റെയും റെക്കോർഡഡ് ക്ലാസ്സുകളും വീഡിയോസ് ക്ലാസ്സുകളും അതുപോലെ തന്നെ അവയുടെ സ്റ്റഡി മെറ്റീരിയലുകളും റിട്ടൺ നോട്ട്സുകളും എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. പിന്നെ ക്ലാസ്സിന് ശേഷം ക്വിസ് അറ്റൻഡ് ചെയ്യാനും എത്രത്തോളം സ്കോർ കിട്ടി എന്നുള്ളതൊക്കെ മക്കൾക്ക് അവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ മക്കളെ, ഇനി നിങ്ങൾക്ക് ട്യൂഷൻ ക്ലാസ്സുകളല്ല, നിങ്ങളുടെ ഇംഗ്ലീഷ് കുറച്ചും കൂടി ബെറ്റർ ആക്കാനും ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും സംസാരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണെങ്കിൽ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനാണ് താല്പര്യമെങ്കിലും വേഗം തന്നെ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, ഇനി പഠനത്തിൽ കുറച്ച് പിന്നോക്കമുള്ള കൂട്ടുകാരാണെങ്കിൽ, അതായത് ഇംഗ്ലീഷിന്റെയും മാത്സിന്റെയും അതുപോലെ തന്നെ മലയാളത്തിന്റെ ഒക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വെക്കേഷൻ ഒന്നും കൂടി തറവായിട്ട് പഠിക്കണം എന്നുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ അവരും ഞങ്ങളോടൊപ്പം കൂടിക്കും. അതിനുള്ള കോഴ്സുകൾ കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ മറക്കണ്ട, ആദ്യം ജോയിൻ ചെയ്യുന്ന 100 പേർക്ക് മാത്രമാണ് ഈ ഒരു സ്പെഷ്യൽ ഓഫർ ഉള്ളത്. അപ്പൊ വേഗം ക്ലാസ് കഴിഞ്ഞ ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ അടുത്ത വർഷത്തേക്കുള്ള അഡ്മിഷൻ ഇപ്പൊ തന്നെ എന്ത് ചെയ്യുക, ബുക്ക് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നമ്മുടെ അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. അറ്റംപ്റ്റ് എനി 3 ആക്ടിവിറ്റീസ് ഫ്രം 3 to 4. അത് മക്കൾ നോക്കണ്ട, നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ആക്ടിവിറ്റി 3 ആഡ് മോർ ലൈൻസ് ആണ് കേട്ടോ. നോക്കിക്കേ മക്കളെ, Dorothy saved the munchkins from 12 which they were really happy. They became to visit Dorothy with some gift. Here is the song. Complete the song by adding more lines. അതായത് നമ്മുടെ മച്ചക്കിങ്സിനൊക്കെ ആ വിച്ചിന്റെ അടുത്ത് നിന്ന് ആര് സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഡൊറോത്തി സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അവരെല്ലാവരും ഒത്തിരി സന്തോഷത്തിലാണ്. അപ്പൊ അവരെന്ത് ചെയ്തു, കുറേ ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് ആരെ കാണാൻ വന്നിട്ടുണ്ട്, നമ്മുടെ ഡൊറോത്തിയെ കാണാനായിട്ട് വന്നിട്ടുണ്ട് അല്ലെ. ആ സമയത്ത് അവർ പാട്ടൊക്കെ പാടി, അവർ പാടിയിട്ടുള്ള പാട്ടിൽ കുറച്ച് വരികളൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് കുറച്ചധികം ലൈൻസ് ആഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, തന്നിട്ടുള്ള ലൈൻസ് ഒക്കെ നോക്കാം അല്ലെ. ഡിയർ ഡൊറോത്തി, നൈസ് ടു സീ യു, താങ്ക് യു ഫോർ യുവർ ഹെൽപ്പ്. Here is an apple. It is very sweet. Take this gift from me. അടുത്ത നോക്കിക്കേ മക്കളെ, ഡിയർ ഡൊറോത്തി, നൈസ് ടു സീ യു, താങ്ക് യു ഫോർ യുവർ ഹെൽപ്പ്. ബാക്കി മക്കൾ എന്ത് ചെയ്യണം, അവിടെ ഫില്ല് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഇത്തരത്തിൽ ആഡ് മോർ ലൈൻസ് എന്നുള്ള ഒരു പ്രവർത്തനമൊക്കെ വരികയാണെങ്കിൽ മക്കൾ അവിടെ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു 4 വരി അല്ലെങ്കിൽ ഒരു 6 വരി ലൈൻസ് നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. അതിന്റെ ബാക്കി ഭാഗമാണ് നമ്മളോട് എഴുതാൻ പറയാം. അപ്പൊ മിക്കപ്പോഴും നമുക്ക് 4 വരി വരെയൊക്കെ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പൊ മക്കൾ അവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുള്ള 4 വരിയിൽ ഒരു 2 വരി അല്ലെങ്കിൽ ഒരു 3 വരിയൊക്കെ നമുക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എഴുതാൻ പറ്റുന്ന വരികളായിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള ഏതെങ്കിലും ലൈൻസ് ഉണ്ടോ എന്നുള്ളത് മക്കൾ ആദ്യം എന്ത് ചെയ്യാം, തന്നിട്ടുള്ള ഭാഗം വായിച്ചു നോക്കിയിട്ട് മനസ്സിലാക്കുക. എന്നിട്ട് ആ ലൈൻസ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എഴുതാൻ മക്കൾ ശ്രദ്ധിക്കുക. എന്നിട്ട് അതോടൊപ്പം എന്ത് ചെയ്യുക, പുതിയൊരു 1-2 ലൈനും കൂടി മക്കളെ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു പ്രവർത്തനത്തിന് മുഴുവൻ മാർക്കും കിട്ടും. അല്ലാതെ നമുക്ക് പറഞ്ഞിട്ടുള്ള എല്ലാ ലൈൻസും മക്കൾ സ്വയം എഴുതേണ്ട കാര്യമില്ല എന്നാണ് മിസ് പറഞ്ഞു വന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഇവിടെ നോക്കിക്കേ മക്കളെ, നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇവിടെയുള്ള ഫസ്റ്റ് 2 ലൈനും ഇവിടെയുള്ള ഈ 2 ലൈനും നോക്കിക്കേ മക്കളെ, എന്താണ്, ഡിയർ ഡൊറോത്തി, നൈസ് ടു സീ യു, താങ്ക് യു ഫോർ യുവർ ഹെൽപ്പ്. രണ്ടും സെയിം ആണ് അല്ലേ. അതായത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എഴുതിയതാണ്. അപ്പൊ ഇനി നമുക്ക് പുതിയൊരു ലൈൻ ഉണ്ടാക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം, ഈ 2 വരികൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എഴുതാം. മക്കൾ അവിടെ എന്ത് മാത്രം മാറ്റിയാൽ മതി മക്കളെ. ഇവിടെ നമുക്ക് അവർ കൊണ്ടുവന്നിട്ടുള്ള ഗിഫ്റ്റിന്റെ പേരുകൾ മാത്രമാണ് ചേഞ്ച് ആവുന്നത്. ഫസ്റ്റ് എന്താണ് പറഞ്ഞത്, ഹിയർ ഈസ് ആൻ ആപ്പിൾ, ഇറ്റ് ഈസ് വെരി സ്വീറ്റ്. ഇനി അടുത്ത നിങ്ങൾ എന്ത് ചെയ്യാം, മറ്റേതെങ്കിലും ഒരു ഗിഫ്റ്റിനെ കുറിച്ചിട്ട് എഴുതുക. എന്നിട്ട് ലാസ്റ്റ് വരി എന്ത് ചെയ്യാം, അത് സെയിം റിപ്പീറ്റ് ചെയ്ത് എഴുതിയാൽ മതി. സത്യം പറയുകയാണെങ്കിൽ ഇവിടെ 4 വരി ഉണ്ടെങ്കിൽ ഈ 1-ാമത്തെയും 2-ാമത്തെയും 4-ാമത്തെയും വരി കൂട്ടുകാർക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എഴുതാവുന്നതാണ്. ഈ 3rd ലൈന് മാത്രം മക്കൾ എന്ത് ചെയ്താൽ മതി, ഒന്ന് ചേഞ്ച് ചെയ്ത് എഴുതിയാൽ മതി. അത്ര മാത്രം ചെയ്താൽ മതി. ഇവിടെ നോക്കിക്കേ, മിസ് കൊടുത്തിട്ടുണ്ട്, ഹിയർ ഈസ് എ ടോയ് കാർ, ഇറ്റ് ഈസ് വെരി ക്യൂട്ട്, ടേക്ക് ദിസ് ഗിഫ്റ്റ് ഫ്രം മീ. അതായത് ഈ ഒരു ലൈനാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അവിടെ പുതിയൊരു ഗിഫ്റ്റിന്റെ പേര് എഴുതിയില്ലേ. അടുത്ത 4 വരി നോക്കിക്കേ മക്കളെ, ഡിയർ ഡൊറോത്തി, നൈസ് ടു സീ യു, താങ്ക് യു ഫോർ യുവർ ഹെൽപ്പ്. ഹിയർ ഈസ് എ ടെഡി, ഇറ്റ് ഈസ് വെരി നൈസ്, ടേക്ക് ദിസ് ഗിഫ്റ്റ് ഫ്രം മീ. ഇവിടെ എന്താ, ഈ ഒരു ലൈന് മാത്രമേ ചേഞ്ച് ചെയ്തിട്ടുള്ളൂ. ഹിയർ ഈസ് എ ടെഡി, ഇറ്റ് ഈസ് വെരി നൈസ്. അന്നത് മനസ്സിലായ മക്കളെ. അപ്പൊ ഇതുപോലെ ഒരു ആഡ് മോർ ലൈൻ വരികയാണെങ്കിൽ നിങ്ങൾ ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യുമല്ലോ. ഓക്കെ, എങ്കിൽ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. ആക്ടിവിറ്റി 4 റിഡീൽസ്.
അതെന്താന്ന് പറയുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് കൂട്ടുകാരോടെയും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്താൽ കാണുന്നുണ്ട്. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, വേഗം ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ മറ്റു കൂട്ടുകാർ കൂടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ. റീഡ് ദി ഫോളോയിങ് റിഡിൽസ് ആൻഡ് റൈറ്റ് ദി ആൻസർ ഇൻ ദി ഗിവൺ ബോക്സ്. താഴെ നമുക്ക് കുറച്ച് റിഡിൽസ് തന്നിട്ടുണ്ട്, അത് വായിച്ചിട്ട് അതിന്റെ ആൻസർ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത്തരം റിഡിൽസിന് നമുക്ക് ആൻസർ ചെയ്യണമെങ്കിൽ കൂട്ടുകാർക്ക് ചാപ്റ്റർ നന്നായിട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ. കാര്യം നമ്മുടെ ചാപ്റ്ററുമായി റിലേറ്റ് ചെയ്തിട്ടാണ് റിഡിൽസ് ഇംഗ്ലീഷിൽ നമുക്ക് ചോദിക്കാറുള്ളത്. നോക്കിക്കാൻ മക്കളെ, നമുക്ക് കുറച്ച് നമ്മുടെ സ്റ്റോറിയിലുള്ള കുറച്ച് ക്യാരക്ടേഴ്സ് ആണ്, അവരുടെ കുറച്ച് ഹിൻസ്, സൂചനകളൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് ആൾ ആരാ എന്നത് കണ്ടെത്തിയിട്ടാണ് മക്കൾ എഴുതേണ്ടത്. ഫസ്റ്റ് ക്ലൂ നോക്കിക്കേ. I live in a wooden house. My house is in the middle of a meadow. I live with my uncle and aunt. Who am I? ആരാണ് മക്കളെ? ഞാനൊരു വുഡൻ ഹൗസിലാണ് താമസിക്കുന്നത്. ഒരു മിഡോയുടെ മിഡിലായിട്ടാണ് എന്റെ വീട്. അങ്കിളുടെയും ആന്റിയുടെയും ഒക്കെ കൂടെയാണ് ഞാൻ താമസിക്കുന്നത്. ആരായിരുന്നു അത്? യെസ്, നമ്മുടെ ഡൊറോത്തി ആയിരുന്നു അല്ലെ. അടുത്ത നോക്കിക്കേ മക്കളെ. I am Dorothy's pet. When it storm came, I hid under a cot. Who am I? ആരാണ് മക്കളെ? ഞാൻ ഡൊറോത്തിയുടെ പെറ്റാണ്. ആ ഒരു ക്ലൂ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ആളെ മനസ്സിലാവും, നമ്മുടെ ടോട്ടോയാണ്. നെക്സ്റ്റ് വൺ നോക്കിക്കേ. We are small people. We wear hats with tiny balls. We are Dorothy's friends. Who we are? ഞങ്ങൾ ചെറിയ ആളുകളാണ്. ഞങ്ങൾ എന്ത് ചെയ്യും? ഹാറ്റ്സ് ഒക്കെ ഇടും വിത്ത് ടൈനി ബോൾസ്. വി ആർ ഡൊറോത്തീസ് ഫ്രണ്ട്സ്. ഞങ്ങൾ ഡൊറോത്തിയുടെ കൂട്ടുകാരാണ്. ഞങ്ങൾ ആരായിരുന്നു മക്കളെ? നമ്മുടെ മച്ചിക്കിങ്സ് ആയിരുന്നു അല്ലെ. ഈ സ്മോൾ പീപ്പിൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആരാന്ന് മനസ്സിലാവും. ഇനി കൂട്ടുകാർക്ക് സ്വയം ഒരു റിഡിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കിക്കേ. റൈറ്റ് എ റിഡിൽ അബൌട്ട് ഫാർമർ ഫ്രം ദി സ്റ്റോറി ഹോണസ്റ്റി പേസ്. അതായത് നമ്മുടെ ഫാർമർ ഇല്ലേന്ന് ഹോണസ്റ്റി പേസ് എന്ന് പറയുന്ന സ്റ്റോറിയില് നമ്മുടെ ഫാർമറിനെ കുറിച്ച് ഒരു റിഡില് മക്കൾക്ക് സ്വയം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കിക്കേ മക്കളെ. ഐ വർക്ക് ഇൻ ദ ഫീൽഡ്. ഞാൻ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. ഐ ഹാവ് ഹിഡൻ എ ഗോൾഡ് കോയിൻ നിയർ ദി പാലസ്. അത് വേണ്ട കേട്ടോ. ഐ ഹിഡൻ എ ഗോൾഡ് കോയിൻ നിയർ ദി പാലസ്. ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഗോൾഡ് കോയിൻ പാലസിന്റെ അടുത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഐ ആം ആൻ ഹോണസ്റ്റ് പേഴ്സൺ. ഞാൻ ഒരു ഹോണസ്റ്റ് പേഴ്സൺ ആണ്. ഹൂ ആം ഐ? ആരാണ് മക്കളെ? നമ്മുടെ ഫാർമർ ആണ്. ഈ ഒരു ഗോൾഡ് കോയിൻ പാലസിന്റെ അടുത്ത് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് മനസ്സിലാവും? അത് ആരാ എന്നുള്ള കാര്യം മനസ്സിലാവും അല്ലെ. അപ്പൊ ആരാണ്? നമ്മുടെ ഫാർമർ ആണ്. ഓക്കെ മക്കളെ, അപ്പൊ നമ്മൾ ആ ഒരു ക്യാരക്ടേഴ്സ് വെച്ചിട്ടുള്ള ഒരു റിഡിൽസ് ആയിരുന്നു അല്ലെ. ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ആക്ടിവിറ്റി 5 കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ്. നമ്മുടെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ ഫാമർ ഡിസൈഡഡ് ടു ഗിഫ്റ്റ് സം ഫ്രഷ് വെജിറ്റബിൾസ് ടു ദി കിങ്. ഹി കളക്ടഡ് എ ബാസ്കറ്റ് full of vegetables and got ready to go to the palace. At that time, his wife came there. Complete the conversation between the farmer and his wife. യെസ്, എന്താ മക്കളെ ക്വസ്റ്റ്യൻ വരുന്നത്? നമ്മുടെ ഫാർമർ എവിടേക്ക് പോവാണ്? പാലസിലേക്ക് പോവാണ് അല്ലെ. കിങ്ങിന്റെ അടുത്തേക്ക് പോവാണ്. അദ്ദേഹം എന്തും കൊണ്ടാണ് പോകുന്നത്? ഒരു കൊട്ടയിൽ നിറയെ വെജിറ്റബിൾസ് ആയിട്ട് അത് കിങ്ങിനെ ഗിഫ്റ്റ് ചെയ്യാനായിട്ട് പോവാണ് അല്ലെ. ആ സമയത്ത് അദ്ദേഹം പാലസിലേക്ക് പോവാനായിട്ട് ഇറങ്ങിയ സമയത്താണ് ആര് വന്നിട്ടുള്ളത്? അദ്ദേഹത്തിന്റെ വൈഫ് വന്നിട്ടുള്ളത്. ആ സമയത്ത് നമ്മുടെ ഫാർമറും വൈഫും തമ്മിലുള്ള ആ ഒരു കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ് മക്കളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ മക്കളെ, അപ്പൊ ആദ്യം തന്നെ ഫാമേഴ്സിന്റെ വൈഫിന്റെ ഒരു ഡയലോഗ് നമുക്ക് തന്നിട്ടുണ്ട്. വോ ആർ യു ഗോയിങ്? നിങ്ങൾ എവിടേക്കാണോ പോകുന്നത്? അപ്പൊ നമ്മുടെ ഫാർമർ എന്തായിരിക്കും മക്കളെ പറയാ? ഐ ആം ഗോയിങ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ബാക്കി മക്കള് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, എന്താണ് അദ്ദേഹം പറയാ? വേർ ആർ യു ഗോയിങ് എന്ന് ചോദിക്കുമ്പോ ഐ ആം ഗോയിങ് ടു ദി പാലസ്. ഞാൻ എവിടെ പോവാണ്? പാലസിലോട്ട് പോവാണ് അല്ലെ, കൊട്ടാരത്തിലോട്ട് പോവാന്ന് ആര് പറയോ? ഫാർമർ പറയും. അടുത്തത് വൈഫ് എന്താണ് ചോദിക്കുക? വൈ ആർ യു ഗോയിങ് ദോ? എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇപ്പൊ അവിടേക്ക് പോകുന്നത് അല്ലെ? നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ അവിടേക്ക് പോകുന്നത് എന്ന് ചോദിക്കും. അപ്പൊ ഫാർമർ എന്താണ് പറയാ മക്കളെ? ഐ വാണ്ട് ടു ഗിവ് ഫ്രഷ് വെജിറ്റബിൾസ് ടു ദി കിങ്. എനിക്ക് എന്ത് ചെയ്യണം? രാജാവിന് കുറച്ച് ഫ്രഷ് വെജിറ്റബിൾസ് ഒക്കെ കൊടുക്കണില്ലേ, ഞാൻ അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത് എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ വൈഫ് പറയാൻ ദാറ്റ് ഈസ് ഗുഡ്. അത് നല്ലൊരു കാര്യമാണ് അല്ലെ. അപ്പൊ ഫാർമർ പറയാണ് യെസ് ദ കിങ് വിൽ ബി ഹാപ്പി. രാജാവ് എന്താവും മക്കളെ? ഒരുപാട് ഹാപ്പി ആവുമെന്ന് ആര് പറയാണ്? ഫാർമർ പറയാണ്. അപ്പൊ ഇത്തരത്തിൽ മിസ് ഒരു മോഡൽ കൊടുത്തു എന്നുള്ളതും കൊടുത്തു എന്നതേ ഉള്ളൂ. മക്കൾക്ക് നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് എന്ത് ചെയ്യാം? കോൺവെർസേഷനിൽ ചേഞ്ച് വരുത്താവുന്നതാണ്. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പൊ അത് നമ്മുടെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി നമ്മുടെ നെക്സ്റ്റ് ആക്ടിവിറ്റിയിലോട്ട് പോകാം. റൈറ്റ് എ സ്റ്റോറി. ഇത് മക്കൾക്ക് എപ്പോഴും നിങ്ങളുടെ എക്സാമിന് ചോദിക്കുന്നതാണ്. അതായത് കുറച്ച് പിക്ചേഴ്സ് ഒക്കെ തന്നിട്ട് ആ പിക്ചേഴ്സിൽ നിന്ന് മക്കളുടെ ഒരു സ്റ്റോറി ഡെവലപ്പ് ചെയ്ത് എഴുതാനായിട്ട് പറയും. നോക്കിക്കേ മക്കളെ. ഒബ്സർവ് ദി പിക്ചർ കെയർഫുള്ളി. റൈറ്റ് എ സ്റ്റോറി ഇൻ ദി ഗിവൺ സ്പേസ്.
ഓക്കെ, നോക്കിക്കാൻ മക്കൾ എന്താണ് പിക്ചറിൽ കാണുന്നത്? ഇവിടെ നമ്മുടെ ഡൊറോത്തി ഉണ്ട്, ടോട്ടോ ഉണ്ട്, അവര് പന്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പൊ അവിടെ അടുത്തേക്ക് ആര് വരുന്നുണ്ട്? ഒരു സ്നേക്ക് വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ടോട്ടോ അവരെ നോക്കിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കുരയ്ക്കുന്നുണ്ട് അല്ലെ, ബാർക്ക് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ആര് വന്നു മക്കളെ? നമ്മുടെ ഡൊറോത്തിയുടെ അങ്കിള് വന്നിട്ടുണ്ട്. അദ്ദേഹം ഒരു വടി എടുത്തിട്ട് അതിനെ പാമ്പിനെ എടുത്തിട്ട് കളയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ നമുക്ക് തന്നിട്ടുള്ള പിക്ചർ. ഇനി ഇത് വെച്ചിട്ട് മക്കൾ ഇതിൽ ഒരു കുഞ്ഞു സ്റ്റോറി ചെയ്തു. മിസ് ഇവിടെ ഒരു 5-6 സെന്റൻസ് മാത്രം യൂസ് ചെയ്തിട്ട് ഒരു ചെറിയൊരു സ്റ്റോറി ചെയ്തിട്ടുണ്ട്, മക്കൾക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ളത് കേട്ടോ. നോക്കിക്കേ മക്കളെ, ഡൊറോത്ത ഈസ് പ്ലേയിങ് വിത്ത് ഹർ ഡോഗ് ടോട്ടോ. ദേ ആർ പ്ലേയിങ് വിത്ത് എ ബോൾ അല്ലേ. അവൾ ഡൊറോത്തി അവളുടെ പെറ്റിന്റെ ഒപ്പം, അവളുടെ ഡോഗിനൊപ്പം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബോൾ വെച്ചിട്ടായിരുന്നു അവൾ കളിച്ചുകൊണ്ടിരുന്നത്. എ സ്നേക്ക് കെയിംസ് ദ. അപ്പൊ എന്ത് ചെയ്യും? അവിടേക്ക് ഒരു പാമ്പ് വന്നിട്ടുണ്ടായിരുന്നു. ടോട്ടോ ബാർക്സ് അറ്റ് ദി സ്നേക്ക്. ടോട്ടോ എന്ത് ചെയ്തു? ആ സ്നേക്കിനെ നോക്കി കുരച്ചു. ഹർ അങ്കിൾ കംസ് വിത്ത് എ സ്റ്റിക്ക്. ആ സമയത്ത് അവളുടെ അങ്കിൾ എന്ത് ചെയ്തു? ഒരു സ്റ്റിക്കിലെ ഒരു വടിയുമായിട്ട് വന്നു. ഹി ത്രോസ് ദി സ്നേക്ക് എവേ. അദ്ദേഹം എന്ത് ചെയ്തു? ആ പാമ്പിനെ എടുത്തിട്ട് ദൂരേക്ക് കളഞ്ഞു. അപ്പൊ ഇതാണ് അവിടെ തന്നിട്ടുള്ള പിക്ചറുമായി റിലേറ്റ് ചെയ്തിട്ട് കൂട്ടുകാർക്ക് എഴുതാൻ പറ്റുന്ന ഒരു ചെറിയൊരു സ്റ്റോറി എന്ന് പറയുന്നത്. ഇതുപോലൊരു ക്വസ്റ്റ്യൻ മക്കളുടെ എക്സാമിന് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ഒരു എക്സാം? ഈസി ആയിരുന്നോ? ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുകയാണെങ്കിൽ മുഴുവൻ മാർക്കും സ്കോർ ചെയ്യും എന്നുള്ള കൂട്ടുകാർ വേഗം നമ്മുടെ കമന്റ് ബോക്സ് പറഞ്ഞേ. ഓക്കെ മക്കളെ, അപ്പൊ വീഡിയോ ലൈക്ക് ചെയ്താൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ അടുത്ത വർഷത്തേക്കുള്ള അഡ്മിഷന്റെ കാര്യം മറക്കണ്ട. വേഗം തന്നെ നമ്മുടെ നമ്പറിലേക്ക് മിസ് ഇവിടെ സ്ക്രീനിൽ കൊടുക്കാം. 8589823710. ഇതാണ് നമ്പർ. കോൾ ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ മക്കൾ എന്ത് ചെയ്യുക? വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. എന്നിട്ട് വേഗം തന്നെ എന്ത് ചെയ്യുക? അടുത്ത വർഷത്തേക്കുള്ള അഡ്മിഷന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്ത് വെക്കുക കേട്ടോ. ആദ്യം ജോയിൻ ചെയ്യുന്ന 100 പേർക്ക് മാത്രമേ ഉള്ളൂ മിസ് നേരത്തെ പറഞ്ഞിട്ടുള്ള ഓഫേഴ്സ് ഒക്കെ. അപ്പൊ വേഗം തന്നെ ജോയിൻ ചെയ്തോ. ഇനി വെക്കേഷൻ ക്ലാസ്സുകൾ മാത്രമാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അതും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ മക്കളെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് യൂസ്ഫുൾ ആയിട്ടുണ്ടല്ലോ. അടുത്ത ദിവസം നമുക്ക് എന്ത് ചെയ്യാം? മറ്റൊരു ക്ലാസ്സുമായിട്ട് പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം.